മുംബൈയിൽ ഒരു അദൃശ്യനായ കള്ളനെത്തി. അവൻ എല്ലാ ദിവസവും ഒരു സാധനം മോഷ്ടിക്കും. ഒന്നാമത്തെ ദിവസം അവൻ രാഹുലിന്റെ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജ് മോഷ്ടിച്ചു. ബദ്രിയുടെ വീട്ടിൽ നിന്നും ടേബിൾ, ബബ്ലുവിന്റെ വീട്ടിൽ നിന്നും കസേര, ഗൗരിയുടെ വീട്ടിൽ നിന്നും മൈക്രോവേവും മോഷ്ടിച്ചു. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, പങ്കജിന്റെ വീട്ടിൽ നിന്നും എന്താണ് മോഷ്ടിക്കുക? എ ഈ മിക്സർ, ബി ഈ മിക്സർ, സി ഈ TV, ഡി ഈ സൈക്കിൾ. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ, ഉത്തരം നോക്കാം. നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആരുടെ വീട്ടിലാണോ മോഷണം നടന്നത് അയാളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമുള്ള നിറം കൊണ്ടുള്ള സാധനമാണ് മോഷ്ടിക്കുന്നത്. അതുപോലെ രാഹുൽ R റെഡ്, ബദ്രി B ബ്രൗൺ ടേബിൾ, ഗൗരി G ഗ്രേ മൈക്രോവേവ്. അപ്പോൾ പങ്കജിൻ്റേത് P വെച്ച് പിങ്ക് ആണ്. ഇവിടെ പിങ്ക് ആയിട്ടുള്ളത് ഈ മിക്സറാണ്. അപ്പോൾ അവൻ പങ്കജിന്റെ വീട്ടിൽ നിന്ന് ഈ മിക്സറാണ് മോഷ്ടിക്കുക. എങ്ങനെയുണ്ട് ഈ റെഡിൽ? എങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ജോണ്ടിക്ക് 5 വയസ്സാണ്. അവൻ നന്നായി ചിത്രം വരയ്ക്കും. ഒരു ദിവസം അവൻ്റെ ഒരങ്കിൾ വീട്ടിൽ വന്നു. എന്നിട്ട് അവനോടൊപ്പം കളിച്ചു. എന്നിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ജോണ്ടിയുടെ അച്ഛൻ അവനെ വീട്ടിൽ കാണാത്തത് കാരണം പേടിച്ച് ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു. മെഹുൽ ക്രൈം സീനിൽ എത്തിച്ചേർന്നു. പെട്ടെന്ന് മെഹുലിന് റൂമിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി. അതിൽ ജോണ്ടി റെക്ടാങ്കിൾ, ആപ്പിൾ, മാംഗോ എന്നിവ വരച്ചിട്ടുണ്ട്. ജോണ്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. എന്നാൽ കരച്ചിലൊന്നും കേട്ടില്ല. അപ്പോൾ പരിചയമുള്ള ആരോ ആണ് അത് ചെയ്തത്. മെഹുൽ ജോണ്ടിയുടെ 3 അങ്കിൾമാരെ വിളിച്ചു വരുത്തി. റോഹൻ പറഞ്ഞു, ഞാൻ നഗരത്തിൽ ഇല്ലായിരുന്നു. വാർത്ത കേട്ട ഉടനെ ഇവിടെ എത്തുകയായിരുന്നു. രാഹുൽ പറഞ്ഞു, ഞാൻ ഓഫീസിലായിരുന്നു. ഞാൻ വീട്ടിലെത്തിയതേയില്ല. റാം പറഞ്ഞു, എനിക്കിന്ന് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. മെഹുലിന് ഉടനെ മനസ്സിലായി ആരാണ് കിഡ്നാപ്പറെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് കിഡ്നാപ്പറെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ, ഉത്തരം നോക്കാം. റാം ആണ് കിഡ്നാപ്പ് ചെയ്തത്. ജോണ്ടി റെക്ടാങ്കിൾ, ആപ്പിൾ, മാംഗോ എന്നിവയാണ് വരച്ചത്. റെക്ടാങ്കിളിന്റെ R, ആപ്പിളിന്റെ A, മാംഗോയുടെ M. ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അത് റാം ആകും. മെഹുൽ ഇത് മനസ്സിലാക്കി. അവനെ പിടികൂടി. അവൻ ജോണ്ടിയെ ഒളിപ്പിച്ച സ്ഥലവും പറഞ്ഞു കൊടുത്തു. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. മെഹുൽ ഒരു പ്രധാനപ്പെട്ട കേസ് അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് മെഹുൽ രാവിലെ തന്നെ പുറപ്പെട്ടു. എന്നാൽ ഡോക്യുമെന്റ്സ് ഓഫീസിൽ വെച്ച് മറന്നുപോയി. മെഹുൽ ഡോക്യുമെന്റ്സ് എടുക്കാനായി തിരികെ ഓഫീസിലെത്തി. നോക്കിയപ്പോൾ അതവിടെ ഇല്ല. ഓഫീസിൽ പുറത്തുനിന്നും ആരും വന്നിട്ടില്ല. അപ്പോൾ അകത്തുള്ള ആരോ ഒരാളാണ് മോഷ്ടിച്ചത്. മെഹുൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന 3 പേരെ വിളിച്ചു വരുത്തി. സന പറഞ്ഞു, അവൾ രാവിലെ മുതൽ അവളുടെ ടേബിളിലാണ്. അവൾക്കൊന്നും അറിയില്ല. പായൽ പറഞ്ഞു, അവൾ ആ റൂമിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ മോഷണം നടത്തും? രാഹുൽ പറഞ്ഞു, അവൻ മെഹുലിന്റെ ഓഫീസിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ മോഷ്ടിക്കും? എന്നാൽ മെഹുലിന് മനസ്സിലായി ആരാണ് മോഷ്ടാവെന്ന്. എങ്ങനെ? എന്താ നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് മോഷ്ടാവെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ, ഉത്തരം നോക്കാം. മെഹുൽ പോയപ്പോൾ അവിടെ കാൽപ്പാടുകൾ ഒന്നുമില്ലായിരുന്നു. എന്നാൽ തിരികെ എത്തിയപ്പോൾ അവിടെ കാൽപ്പാടുകൾ ഉണ്ട്. അപ്പോൾ അത് മോഷ്ടാവിൻ്റെതാണ്. ഇവിടെ സനയും പായലും ഹീൽസ് ആണ് ധരിച്ചിട്ടുള്ളത്. എന്നാൽ പാട് ഷൂവിൻ്റെതാണ്. ഇവിടെ രാഹുലാണ് ഷൂ ധരിച്ചിട്ടുള്ളത്. ഇങ്ങനെ മെഹുൽ മനസ്സിലാക്കി. എന്നിട്ട് രാഹുലിനെ പിടികൂടി. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. രാഘവ് ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ്. എന്നാൽ അവൻ്റെ കഴിവിൽ അഹങ്കാരമുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ്റെ മാത്സ് പ്രൊഫസർ ഒരു കാര്യം ചെയ്തു. അവനെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് പുറത്തു കടക്കാൻ നീ ഈ പസിൽ സോൾവ് ചെയ്യണം. പസിലിന്റെ ഉത്തരമാണ് പുറത്തു കടക്കാനുള്ള കോഡ്. രാഘവ് ആകെ ചിന്താക്കുഴപ്പത്തിലായി. അവൻ നന്നായി വിയർത്തു. എന്താ നിങ്ങൾക്ക് ഈ പസിൽ സോൾവ് ചെയ്യാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.
നിങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ശരിയായ ഉത്തരം പറയുന്ന 10 പേരെ പിൻ കമന്റിൽ ആഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഷൗട്ട് ഔട്ടും നൽകുന്നതാണ്. വേഗം തന്നെ കമന്റ് ചെയ്യൂ. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. മിസ്റ്റർ മെഹ്റ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ ഓഫീസിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഒരു കൊലപാതകം കണ്ടു. അദ്ദേഹം നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് വരികയായിരുന്നു. വളരെ ഇരുട്ടായിരുന്നു. വഴിയും വിജനമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പെട്ടെന്ന് എൻ്റെ കാർ നിന്നു. ഞാൻ ഒരുപാട് തവണ ഓണാക്കാൻ ശ്രമിച്ചു, എന്നാൽ ഓണായില്ല. കാറിൻ്റെ ബാറ്ററി ഡൗൺ ആയിരുന്നു. പെട്ടെന്ന് ഞാൻ ഒരു വെടിയൊച്ച കേട്ടു. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കി. നോക്കിയപ്പോൾ ഒരു മുഖംമൂടി ധരിച്ച ആൾ ആരെയോ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഞാനിത് കണ്ട് പേടിച്ചു. എന്നിട്ട് ഉടനെ അവിടുന്ന് രക്ഷപ്പെട്ടു. മെഹുൽ ഇത് കേട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അയാളെ കൊന്നത്. എന്തുകൊണ്ടാണ് മെഹുലിന് അങ്ങനെ തോന്നിയത്? എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ ഉത്തരം നോക്കാം. മിസ്റ്റർ മെഹ്റ പറഞ്ഞിരുന്നു കാറിന്റെ ബാറ്ററി ഡൗൺ ആയെന്ന്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഹെഡ്ലൈറ്റ് ഓണാക്കിയത്? ഇങ്ങനെ മെഹുൽ മനസ്സിലാക്കി. എന്നിട്ട് അവനെ പിടികൂടി. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. ഒരു വെയിറ്റർ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവനെ ആരോ ആക്രമിച്ചെന്ന്. ഞാൻ സ്റ്റോർ റൂമിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ആരോ പിറകിൽ നിന്ന് വന്ന് ശക്തമായി അടിച്ചു. ഞാൻ ബോധം കെട്ടു. എന്നെ അടിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മെഹുൽ ക്രൈം സീനിലെത്തി. എന്നിട്ട് 3 പേരെ ചോദ്യം ചെയ്തു. ഓണർ പറഞ്ഞു, ഇന്ന് റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ കൗണ്ടറിലായിരുന്നു. എനിക്കെവിടുന്നാണ് ഇതിനൊക്കെ സമയം? രണ്ടാമത്തെ വെയിറ്റർ പറഞ്ഞു, ഞാൻ ഇന്ന് കിച്ചണിലും കൂടാതെ കസ്റ്റമേഴ്സിന്റെ അടുത്തുമായിരുന്നു. ഇന്ന് നല്ല തിരക്കായിരുന്നു. ഷെഫ് പറഞ്ഞു, ഞാൻ ഇന്ന് കിച്ചണിലായിരുന്നു. ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. സ്റ്റോർ റൂമിൽ പോകാൻ എവിടുന്നാണ് സമയം? നിങ്ങൾ ആലോചിക്കൂ. എന്നിട്ട് പറയൂ, ആരാണ് വെയിറ്ററിനെ ആക്രമിച്ചതെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ ഉത്തരം നോക്കാം. ഷെഫാണ് വെയിറ്ററിനെ ആക്രമിച്ചത്. ഷെഫിന് എങ്ങനെ അറിയാം സ്റ്റോർ റൂമിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടതെന്ന്? അവൻ കിച്ചണിലായിരുന്നല്ലോ. മെഹുൽ ഇത് മനസ്സിലാക്കി. എന്നിട്ട് അവനെ പിടികൂടി. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. റാഞ്ചോ ഒരു പ്രശസ്തനായ ഗായകനാണ്. അവന് ഒരുപാട് ഫാൻസ് ഉണ്ട്. പെൺകുട്ടികൾക്കെല്ലാം അവനെ ഇഷ്ടമാണ്. ഒരു ദിവസം ഒരു വാർത്ത വന്നു. റാഞ്ചോ കല്യാണം കഴിക്കാൻ പോകുകയാണ്. അവന്റെ 3 വലിയ ഫാൻസ് അവനെ കാണാനായി എത്തി. അതിനുശേഷം റാഞ്ചോ കൊല്ലപ്പെട്ടു. എന്നാൽ 3 പേരും പറഞ്ഞു, ഞങ്ങൾ റാഞ്ചോയെ കണ്ടു, ഓട്ടോഗ്രാഫ് വാങ്ങി, എന്നിട്ട് പുറത്തിറങ്ങി. ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. പെട്ടെന്ന് ഗാർഡ് അവിടെ എത്തി. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഒരു നിലവിളി കേട്ടു, പിന്നീട് ഒരു വെടിയൊച്ചയും. മെഹുൽ റൂം മുഴുവൻ പരിശോധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സൈൻ ഇട്ട പേപ്പർ കിട്ടി. ഇതിന്റെ സഹായത്തോടെയാണ് വ്യാജമായ ഓട്ടോഗ്രാഫ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഓട്ടോഗ്രാഫ് വ്യാജമാണ്. 3 പേരുടെയും ഓട്ടോഗ്രാഫ് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിൽ ഏത് ഓട്ടോഗ്രാഫാണ് വ്യാജമെന്ന്. വരൂ ഉത്തരം നോക്കാം. ഈ ഓട്ടോഗ്രാഫ് നോക്കൂ. റാഞ്ചോ എങ്ങനെയാണ് ഈ ഓട്ടോഗ്രാഫ് ഇടുക? ഈ ഓട്ടോഗ്രാഫ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ പേപ്പറിന്റെ സഹായത്തോടെ ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോഗ്രാഫ് വ്യാജമാണ്. അവൾ തന്നെയാണ് റാഞ്ചോയെ കൊന്നത്. മെഹുൽ അവളെ പിടികൂടി. വരൂ അടുത്ത ഡ്രില്ലിലേക്ക് പോകാം. ഒരു ഹോസ്പിറ്റലിൽ ഒരു കൊലപാതകം നടന്നു. കൊലയാളി ഡോക്ടറുടെ വേഷത്തിലാണ് വന്നത്. എന്താ നിങ്ങൾക്ക് ഈ 2 ഡോക്ടേഴ്സിനെയും നോക്കി പറയാമോ യഥാർത്ഥ കൊലയാളി ആരാണെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും വേഗം കമന്റ് ചെയ്യൂ. വരൂ ഇതിന്റെ ഉത്തരം നോക്കാം. ഡോക്ടർ ഗ്ലൗസ് ഇട്ടാണ് ഓപ്പറേഷൻ നടത്താറുള്ളത്. ഡ്രസ്സിൽ രക്തമുണ്ടെങ്കിൽ തീർച്ചയായും ഗ്ലൗസിലും രക്തമുണ്ടാകും. രണ്ടാമത്തെ ഡോക്ടറിന് അതുണ്ട്. എന്നാൽ ഒന്നാമത്തെ ഡോക്ടറുടെ ഡ്രസ്സിൽ രക്തമുണ്ട്, എന്നാൽ ഗ്ലൗസിലില്ല. അപ്പോൾ അയാൾ കൊല നടത്തിയ ശേഷമാകും ഗ്ലൗസ് ഇട്ടത്. ഒന്നാമൻ വ്യാജ ഡോക്ടറാണ്. അയാളാണ് യഥാർത്ഥ കൊലയാളി. അപ്പോൾ ഫ്രണ്ട്സ്, വേഗം തന്നെ പിക്ക് എ വേർഡ് ഗെയിം ഡൗൺലോഡ് ചെയ്യൂ. 4 ചിത്രങ്ങൾ നോക്കി ഇംഗ്ലീഷ് വേർഡ് ഗസ് ചെയ്യൂ.
നിങ്ങൾക്ക് ഞാൻ 240 ലെവലിന്റെ ചലഞ്ച് നൽകുകയാണ്. ഗെയിമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. താങ്ക്